ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നോവി എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. അഭിനയമോഹവുമായി നടന്നിരുന്നവൾ ഒരുപാട് ഓഡീഷനുകളിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഓഡീഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് നോവിയേക്കാൾ പ്രായം കുറഞ്ഞ ട്രേസി എന്ന യുവതി നോവിയെ ഒരുപാട് പരിഹസിച്ചിരുന്നു. കാരണം വളരെയധികം ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സുന്ദരിയായ നോവിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നില്ല. അന്ന് ട്രേസിയെ പ്രൊഡ്യൂസർമാർ തങ്ങളുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. അതോടെ സെലക്ഷൻ കിട്ടില്ലെന്നുറപ്പായി നോവി പതിവ് പോലെ തന്നെ അവിടെ നിന്നും തിരിച്ചുപോയി. ദുഃഖത്തോടെ വിരൽ വായിലേക്കിട്ട നോവി അറിയാതെ സ്വന്തം വിരൽ കടിച്ചിരുന്നു. വീട്ടിലേക്കെത്തിയ നോവിയുടെ പക്കലേക്ക് അവൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഓണറായ ഇഷ വാടക കുടിശ്ശിക ചോദിച്ചെത്തി. എന്നാൽ സിനിമയിൽ സെലക്ഷൻ കിട്ടാത്തതിനാൽ അവൾക്ക് കൊടുക്കാനുള്ള പണം നോവിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നോവി ഇഷയെ തിരിച്ചയച്ചു. ആ ദിവസങ്ങളിൽ നോവി കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള പണം പോലും ആ സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് നോവിയുടെ ആത്മാർത്ഥ സുഹൃത്തായ കാൻഡി അവളെ ഒരു ബാറിലേക്ക് ക്ഷണിക്കുന്നത്. നോവിയോട് മോശമായി സംസാരിക്കുന്ന പുരുഷന്മാരെയെല്ലാം കൊന്നുകളയുമെന്നും പറഞ്ഞ് കാൻഡി ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. അന്ന് കാൻഡി വാഷ്റൂമിലേക്ക് പോയ സമയത്ത് നോവി സൈമൺ എന്നൊരു ഡോക്ടറെ പരിചയപ്പെടാനിടയായി. വീട്ടിലേക്കെത്തി ഉറങ്ങാൻ കിടന്നിരുന്ന നോവിക്ക് എന്തോ ഒരു അസ്വസ്ഥത വീണ്ടും അനുഭവപ്പെടുകയാണ്. കുളിക്കുന്നതിനിടയിൽ താൻ കടിച്ചിരുന്ന വിരലിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നത് നോവി കണ്ടു. പിറ്റേന്ന് നോവി ഓഡീഷന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു യുവതി തൻ്റെ സുഹൃത്ത് ഒരു മൂവി ചെയ്യുന്നുണ്ടെന്നും നോവിക്കതിൽ ഇൻ്റർവ്യൂ ഇല്ലാതെ പങ്കെടുക്കാൻ സാധിക്കുമെന്നും പറയുകയാണ്. ആ യുവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോൺ മൂവിയെക്കുറിച്ചാണെന്ന് കരുതി നോവി ആ യുവതിയോട് തട്ടിക്കയറിക്കൊണ്ട് അവിടെ നിന്നും തിരികെ പോയി. ദുഃഖത്തോടെ തിരികെ പോകുന്ന സമയത്ത് നോവി താൻ കടിച്ച് വികൃതമാക്കിയിരുന്ന തൻ്റെ വിരൽ ഒന്നുകൂടി വീക്ഷിച്ചു. എന്നാൽ പിന്നീട് ആർത്തിയോടെ അവൾ സ്വന്തം വിരൽ കടിച്ചു പറിക്കുകയാണ്. ശരീരമാസകലം രക്തമായതോടെ അവൾ പെട്ടെന്ന് അന്താളിക്കുകയും അവളുടെ കാർ മറ്റൊരു വാഹനത്തിലിടിക്കാൻ പോവുകയും ചെയ്തിരുന്നു. വീട്ടിലേക്കെത്തിയ അവൾ ആസക്തി അടക്കാൻ കഴിയാതെ തൻ്റെ കൈ പിന്നെയും കടിച്ചു തിന്നിരുന്നു. ഈ ഒരു സമയത്താണ് വാടക ചോദിച്ചുകൊണ്ട് ഇഷ എന്ന അവളുടെ ഹൗസ് ഓണർ വീണ്ടും എത്തുന്നത്. നോവിയുടെ ശരീരത്തിലെ രക്തക്കറ കണ്ട് ആ സ്ത്രീ ഞെട്ടിവിറച്ചു. തൻ്റെ കാർ അപകടത്തിൽപ്പെട്ടെന്നും തൻ്റെ കയ്യിൽ പണമില്ലെന്നും നോവി വിഷമത്തോടെ പറഞ്ഞതോടെ വാടക വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇഷ തിരിച്ചുപോയി. അതോടെ നോവി വീണ്ടും ആർത്തിയോടെ സ്വന്തം കൈ കടിച്ചു തിന്നാൻ തുടങ്ങി. അല്പസമയത്തിനകം തന്നെ നോവി അവിടെ മോഹാത്സല്യപ്പെട്ടു വീണു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ നോവി ഹോസ്പിറ്റലിലായിരുന്നു. ഇഷയായിരുന്നു ബോധമറ്റ് കിടന്നിരുന്ന അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നത്. നോവി സ്വന്തം മാംസം ഭക്ഷിച്ച കാര്യം മനസ്സിലാക്കി അവിടുത്തെ ഡോക്ടർ ഒരു സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണണമെന്ന് നോവിയോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് അവിടുത്തെ ബില്ലടയ്ക്കാനുള്ള പണം പോലും നോവിയുടെ പക്കലുണ്ടായിരുന്നില്ല. പിന്നീട് നോവിയുടെ സുഹൃത്തായ കാൻഡി എത്തി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ സത്യങ്ങളൊന്നും നോവി കാൻഡിയോട് പറഞ്ഞിരുന്നില്ല. വാഹനാപകടത്തിൽ തനിക്ക് പരിക്ക് പറ്റി എന്ന് മാത്രമാണ് നോവി കാൻഡിയെ അറിയിച്ചിരുന്നത്. വീട്ടിലെത്തിയ നോവിയിൽ വീണ്ടും അസ്വസ്ഥതകൾ പ്രകടമാകാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് നോവിക്ക് ഓഡീഷനിൽ വെച്ച് യുവതി പറഞ്ഞിരുന്ന ആ ഒരു മനുഷ്യനിൽ നിന്നും കോൾ വരുന്നത്. ഞങ്ങളൊരു സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ മുഖം അതിന് അനുയോജ്യമാണെന്നും നിങ്ങൾ ഓഡീഷന് വരണമെന്നും ആ മനുഷ്യൻ നോവിയോട് പറഞ്ഞു. സന്തോഷത്തോടെ നോവി ആ ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനിടയിൽ നഖം വെട്ടുന്നതിനിടെ നോവിയുടെ കാലിലെ വിരൽ മുറിഞ്ഞിരുന്നു. അത് കണ്ടതോടെ നോവിക്ക് വീണ്ടും തൻ്റെ ശരീരത്തോട് ആർത്തി തോന്നുകയാണ്. അവൾ തൻ്റെ കാലിലെ വിരൽ കടിച്ച സമയത്താണ് ഇഷ അങ്ങോട്ടേക്കെത്തുന്നത്. അധികം താമസിയാതെ തന്നെ നോവി അന്വേഷിച്ച് കാൻഡിയും അങ്ങോട്ടേക്കെത്തുകയാണ്. ആ നേരത്ത് തൻ്റെ കാലിൽ നിന്നും രക്തമൊലിക്കുന്നത് ഇരുവരും കാണാതിരിക്കാനായി നോവി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് നോവിയുടെ ആവശ്യപ്രകാരം കാൻഡി അവളെയും കൊണ്ട് ഡാൻസ് ബാറിലേക്ക് പോയി. അവിടെ വെച്ചിരുവരും
2 യുവാക്കളെ പരിചയപ്പെടുകയും അവരോടൊപ്പം ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നോവിയോടുള്ള അവരുടെ പെരുമാറ്റ രീതി ശരിയല്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും വാഷ്റൂമിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവരുടെ പക്കൽ നിന്നും മുങ്ങി. അവിടെ വെച്ച് വീണ്ടും നോവി മുൻപ് പരിചയപ്പെട്ടിരുന്ന സൈമൺ ഡോക്ടറെ കണ്ടുമുട്ടി. ശേഷം ഇരുവരും അവിടെ നിന്നും തിരികെ പോവുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നോവിക്ക് അതിയായ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് അവർ ബാറിൽ വെച്ച് പരിചയപ്പെട്ടിരുന്ന യുവാക്കൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ യുവാക്കൾ നോവിയുടെ മദ്യത്തിൽ മയങ്ങുവാനുള്ള പൊടി കലർത്തിയിരുന്നു. യുവാക്കൾ അവരുമായി ബന്ധപ്പെടാൻ പറഞ്ഞുകൊണ്ട് നോവിയെയും ഭീഷണിപ്പെടുത്തി. ചതി മനസ്സിലായതോടെ കാൻഡി സൂത്രത്തിൽ തൻ്റെ പേഴ്സിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ 2 യുവാക്കളുടെയും മർമ്മസ്ഥാനത്തേക്ക് നിറയൊഴിക്കുകയാണ്. ശേഷം നോവിയെയും കൂട്ടി കാൻഡി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവത്തോടെ പോലീസ് തങ്ങളെ പിടികൂടുമോ എന്നുള്ളൊരു ഭയം നോവിയിൽ ഉടലെടുത്തിരുന്നു. അതീവ ക്ഷീണിതയായിരുന്ന കാൻഡി പെട്ടെന്ന് തന്നെ നോവിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഈ ഒരു സമയത്ത് നോവിയിൽ വീണ്ടും സ്വന്തം ശരീരം ഭക്ഷിക്കാനുള്ള ആസക്തി ഉടലെടുക്കുകയാണ്. ആർത്തിയോടെ നോവി മുറിവേറ്റിരുന്ന തൻ്റെ കാലിലെ വിരലുകൾ ഭക്ഷിക്കുവാൻ തുടങ്ങി. ഭ്രാന്തമായ ഈ ഒരു സംഭവത്തിനു ശേഷം പിറ്റേന്നു രാവിലെ നോവി കണ്ണുകൾ തുറന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നോവിക്കൊരു ലെറ്ററും എഴുതി വെച്ചുകൊണ്ട് കാൻഡി അവിടെ നിന്നും പോയിരുന്നു. അതിനാൽ തന്നെ നോവി ചെയ്തിരുന്ന അവിശ്വസനീയമായ ഈ കാര്യങ്ങളൊന്നും കാൻഡി അറിഞ്ഞിരുന്നില്ല. പിന്നീട് മുറിവേറ്റിരുന്ന കൈയും വെച്ചുകെട്ടിയിരുന്ന കാലുമായി നോവി തലേ ദിവസം വിളിച്ചിരുന്ന ഓഡീഷന് പങ്കെടുക്കാനായി പോവുകയാണ്. ഇൻ്റർവ്യൂ പാനലിന് മുന്നിൽ നോവി തനിക്കറിയാവുന്ന ചില ഡയലോഗുകൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സിനിമയിൽ ഡയലോഗുകളില്ലെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ നോവിയോട് പറയുന്നത്. ഇത് കേട്ടതോടെ അവർ നിർമ്മിക്കാൻ പോകുന്നത് അശ്ലീല ചിത്രമാണെന്ന് നോവിക്ക് മനസ്സിലായി. ക്ഷുഭിതയായ നോവി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ഈ ഒരു സംഭവത്തോടു കൂടി തൻ്റെ അഭിനയ മോഹം അവസാനിപ്പിക്കാമെന്ന് നോവി തീരുമാനിച്ചു. അങ്ങനെ അതീവ ദുഃഖിതയായ അവൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ അവൾ ബാറിൽ വെച്ച് പരിചയപ്പെട്ടിരുന്ന സൈമനാണ് എന്നുള്ള വസ്തുത അവൾ തിരിച്ചറിയുന്നത്. അന്ന് ബാറിൽ വെച്ച് കാൻഡി തങ്ങളെ ആക്രമിക്കാനെത്തിയ യുവാക്കളെ വെടിവെച്ച കാര്യം അവൾ അവനോട് പറഞ്ഞു. സൈമൺ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പിന്നീട് ഇരുവരും കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. തന്നെ വീട്ടുടമസ്ഥ അവിടെ നിന്നും പുറത്താക്കാനൊരുങ്ങിയ സമയത്ത് താൻ സ്വന്തം കയ്യിൽ കടിച്ച് മരിക്കുന്നതായി അഭിനയിക്കുകയായിരുന്നുവെന്ന് അവൾ സൈമനോട് കള്ളം പറഞ്ഞു. ആ രാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിരുന്ന അവളെ കാണാനായി കാൻഡി വന്നിരുന്നു. നിന്നെക്കാളുമേറെ സൈമൺ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഞാൻ അവനുമായി ഡേറ്റിങ്ങിന് പോവുകയാണെന്നും ഈ ഒരു സമയത്ത് നോവി കാൻഡിയോട് പറഞ്ഞു. അത് കേട്ട് നോവിയുമായി ദേഷ്യപ്പെട്ടുകൊണ്ട് കാൻഡി നോവിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് നോവി താൻ കടിച്ച് വികൃതമാക്കിയിരുന്ന തൻ്റെ കാൽ വെച്ച് കെട്ടിക്കൊണ്ട് സൈമണിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. സൈമനെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നോവി ആ രാത്രിയിൽ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അന്നുറങ്ങുന്ന സമയത്ത് നോവി താൻ തൻ്റെ മാറിടങ്ങൾ ഭക്ഷിച്ചതായി സ്വപ്നം കണ്ടു. പിറ്റേന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നോവി താൻ തൻ്റെ കാമുകനുമായി ബന്ധപ്പെട്ടതിനെപ്പറ്റി ഇഷയോട് വിശദീകരിച്ചിരുന്നു. പിന്നീട് വീട്ടിലേക്ക് കയറിയപ്പോഴാണ് പിണക്കങ്ങളെല്ലാം മറന്ന് തൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന കാൻഡിയെ നോവി കാണുന്നത്. ഞാൻ അഭിനയിക്കാനുള്ള എൻ്റെ മോഹങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ജീവിക്കാൻ പണം വേണം. ഞാൻ ഇനി മുതൽ നിൻ്റെ മുടിവെട്ട് കടയിലേക്ക് ജോലിക്ക് വരാമെന്ന് നോവി കാൻഡിയോട് പറഞ്ഞു. പിന്നീട് നോവി സൈമനെ കാണാനായി അവൻ്റെ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ നോവിയെ ഒരുപാട് പരിഹസിച്ചിരുന്ന ട്രേസിയും ഉണ്ടായിരുന്നു. നീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം ഞാൻ അറിഞ്ഞുവെന്ന് ട്രേസി നോവയോട് പറഞ്ഞു. ഞാനും ആത്മഹത്യക്കൊരുങ്ങിയിരുന്നുവെന്ന് പിന്നീട് ട്രേസി വേദനയോടെ നോവിയോട് പറയുകയാണ്. എനിക്ക് സിനിമയിൽ കിട്ടിയിരുന്ന അവസരങ്ങളെല്ലാം പ്രൊഡ്യൂസർമാരുമായി കിടക്ക പങ്കിട്ടിട്ടാണെന്നും എനിക്കിപ്പോൾ അതിൽ ലജ്ജ തോന്നുന്നുവെന്നും ആ സമയത്ത് ട്രേസി നോവിയെ അറിയിച്ചു. മാത്രവുമല്ല ഇവിടുത്തെ സൈക്കാട്രിസ്റ്റായ സൈമൺ
ഇങ്ങോട്ടേക്ക് എത്തുന്ന പേഷ്യൻസായ യുവതികളെ പ്രേമം നടിച്ച് വശത്താക്കി അവരെ ലൈംഗികമായി ഉപയോഗിക്കാറുണ്ടെന്നും സൈമൺ താനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആ സമയത്ത് ട്രേസി നോവിയോട് വെളിപ്പെടുത്തി. ഇക്കാര്യം വിശ്വസിച്ച നോവി ആകെ തകർന്നു പോയിരുന്നു. സൈമൺ അങ്ങനെ ചെയ്യില്ലെന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ നോവി അങ്ങോട്ടേക്ക് വന്നിരുന്ന വിവരം സൈമൺ അറിഞ്ഞിരുന്നില്ല. ദുഃഖഭാരത്തോടെ വീട്ടിലേക്കെത്തിയ നോവിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ വീണ്ടും ആർത്തിയോടെ സ്വന്തം ശരീരം ഭക്ഷിക്കുവാൻ തുടങ്ങി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ട് അങ്ങോട്ടേക്കെത്തിയ കാൻഡി നോവിയെ അടിച്ച് ബോധം കെടുത്തുകയും അവൾ ഇപ്രകാരം ചെയ്യാതിരിക്കാനായി അവളെ കെട്ടിയിടുകയും ചെയ്തു. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം സൈമനാണെന്നും അവനെന്നെ ചതിച്ചുവെന്നും വിഷമത്തോടെ നോവി കാൻഡിയോട് പറഞ്ഞു. ഇത് കേട്ട് ശുഭതിയായ കാൻഡി ദേഷ്യത്തോടെ സൈമനെ അന്വേഷിച്ചു പോവുകയാണ്. കാൻഡി പോയതോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലെടുത്ത് നോവി സൈമനെ വിളിച്ചു. അപ്പോഴാണ് ട്രേസി പറഞ്ഞിരുന്നതെല്ലാം കള്ളമാണെന്നും ട്രേസി ഒരു മെൻ്റൽ പേഷ്യൻ്റാണെന്നും വേദനയോടെ നോവി തിരിച്ചറിയുന്നത്. ഡ്യൂട്ടിയിലായിരുന്നതിനാൽ പെട്ടെന്ന് സൈമനെ നോവിയുടെ കോൾ കട്ട് ചെയ്യേണ്ടതായി വന്നു. എന്നാൽ സൈമൺ ചതിയനാണെന്നുള്ള ധാരണയിൽ അവനെ കൊന്നിരുന്ന കാൻഡി പിറ്റേന്ന് രാവിലെ അവൻ്റെ മൃതശരീരവുമായി നോവിയുടെ പക്കലേക്ക് എത്തുകയാണ്. നീ ഇനി വേണമെങ്കിൽ ഇവനെ ഭക്ഷിച്ചോളൂവെന്ന് കാൻഡി നോവിയോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോട് നോവി തൻ്റെ കെട്ടുകളഴിച്ച് താനൊരു നരഭോജിയില്ലെന്നും പറഞ്ഞുകൊണ്ട് കാൻഡിയുടെ ദേഹത്തേക്ക് ചാടി വീണു. ഇരുവരും വഴക്കിടുന്ന ശബ്ദം കേട്ട് വീട്ടുടമസ്ഥയായിരുന്ന ഇഷ അങ്ങോട്ടേക്കെത്തി. ഇഷ നോവിയെ കണ്ടപാടെ കാൻഡി ഇഷയെ വെടിവെച്ചു കൊന്നു. ഇവിടെ നടന്ന കാര്യങ്ങൾ ഇഷ പോലീസിൽ പറയുമെന്നുള്ള ഭയം മൂലമാണ് താൻ ഇപ്രകാരം ചെയ്തതെന്ന് കാൻഡി നോവിയോട് പറഞ്ഞു. അവൾ ചെയ്ത ക്രൂരതകൾ സഹിക്കാനാവാതെ നോവി കാൻഡിയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി കാൻഡിയെ വെടിവെച്ച് കൊല്ലുകയാണ്. തന്നോടുള്ള സ്നേഹം മൂലമാണ് അവൾ ഇതെല്ലാം ചെയ്തിരുന്നതെന്ന് നോവിക്കറിയാമായിരുന്നു. പിന്നീട് ദുഃഖഭാരത്തോടെ നോവി അടുക്കളയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കി. പിന്നീട് അവൾ സ്വന്തം ഹൃദയം പറിച്ചെടുത്ത് ഭക്ഷിക്കാനൊരുങ്ങി. അതോടുകൂടി നോവിയും മരണപ്പെടുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.